അധികാരധാർഷ്ട്യം ഉപയോഗിച്ച് ഈ രാജ്യത്തെ ജനങ്ങളുടെ പൗരാവകാശത്തെ ബിജെപിയും അവർക്ക് പിന്തുണ നൽകുന്ന സംഘടനകളും വെല്ലുവിളിക്കുകയാണെന്ന് വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. വോട്ട് കൊള്ളയടിച്ച് രാജ്യത്തെ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ബിജെപി ശ്രമിക്കുന്നതിലും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തിക്കുമെതിരെ വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളാങ്കല്ലൂർ സെന്ററിൽ പ്രതിഷേധ സായാഹ്നം നടത്തി. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നിരന്തരമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലുള്ള സംഘപരിവാറുകാർ. എത്രയോ കാലമായി ഈ സർക്കാർ അധികാരത്തിൽ വന്ന അന്നു മുതൽ ആളുകളെ മതത്തിന്റെ പേരിൽ അകറ്റി നിർത്താൻ, വിഭജിച്ചു നിർത്താൻ BJP സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവർ ഏറെക്കുറെ വിജയിച്ചു എന്നുള്ളത് കൊണ്ടാണ് കേന്ദ്രത്തിൽ വീണ്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് എന്നുള്ളത് ഒരു സത്യമാണ്. ആ സത്യം അംഗീകരിക്കാതെ വിമർശനപരമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയില്ല. ജനങ്ങളെ അകറ്റി നിർത്തി വിഭജിച്ച് ഭരിച്ചതിൽ അവർ വിജയം കണ്ടതിലാണ് വീണ്ടും അവർ അധികാരത്തിൽ വന്നത്. ഈ ക്രൈസ്തവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അവരെ ആരെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ തൃശ്ശൂരിൽ എടുക്കുക എന്ന് പറഞ്ഞ് മുഴുവൻ വിഭാഗങ്ങളുടെയും വോട്ട് വാങ്ങി വിജയിച്ച സുരേഷ് ഗോപി ക്രൈസ്തവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അവർ ചോദിച്ചു, സുരേഷ് ഗോപി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി ചോദിക്കുക, നിങ്ങളൊക്കെ ആരാണെന്ന്. മണ്ഡലം പ്രസിഡന്റ് AA മുസമിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു മുഖ്യാതിഥിയായിരുന്നു. ജനറൽ സെക്രട്ടറിമാരായ സാബു കണ്ടത്തിൽ, AR രാമദാസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ EV സജീവ്, ധർമ്മജൻ വിലാടത്ത്, KH അബ്ദുൽ നാസർ, A ചന്ദ്രൻ, TJ ജോസഫ്, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ പ്രശോഭ് അശോകൻ, B മോഹൻദാസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് ആലിങ്ങൽ, മഹിളാ കോൺഗ്രസ് നേതാക്കൾ എന്നിവർ നേതൃത്വം നൽകി.